നമസ്കാരം. കേരള വിഷൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വിജയവീതി എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. വിവിധ മേഖലകളിലെ വിവിധ സംരംഭങ്ങൾ ഏർപ്പെട്ട ഒരുപാട് പ്രമുഖരെ നാം ഇതിനകം പരിചയപ്പെട്ടു കഴിഞ്ഞു. ആയുർവേദത്തിൻ്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന രാജ്യമാണ് നമ്മുടെ ഭാരതം. ഈ ആയുർവേദത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ച്, ആയുർവേദവും ടൂറിസവുമായി എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ 4 പതിറ്റാണ്ട് കാലമായി ആയുർവേദ ഡോക്ടറായി സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ ആർ ചന്ദ്രശേഖർ ആണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. അദ്ദേഹം മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ചന്ദ്രൻസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻറ്ററിലാണ് ഞാനിപ്പോൾ. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് അദ്ദേഹത്തെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ. ആയുർവേദത്തിൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചാണ് നമ്മുടെ സബ്ജക്റ്റ്. പക്ഷേ ആയുർവേദത്തിലേക്ക് വരുന്നതിന് മുമ്പ്, ആയുർവേദത്തിൻ്റെ മഹാത്മ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് സാറിനെ കുറിച്ചുള്ള ആയുർവേദത്തെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു സർ? ഞങ്ങൾ ഒരു സംസ്കൃത പാരമ്പര്യമുള്ള ഒരു ഫാമിലിയാണ്. നേരത്തെ മുതൽ സംസ്കൃത സ്കൂളുണ്ട്. അച്ഛന് ഒരു സംസ്കൃത സ്കോളറായിരുന്നു, സംസ്കൃത അധ്യാപകനായിരുന്നു. ബ്രദർ ആയുർവേദം പഠിച്ചിട്ട് അലോപ്പതി പോയി മെൻ്റൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ അതുപോലെ സംസ്കൃതവും ആയുർവേദവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണ്. സംസ്കൃതം അറിയാവുന്ന ആൾക്ക് ശരിക്കും ആയുർവേദം ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ആയുർവേദം എന്ന് പറയുന്നത് ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പ് ആയുർവേദ ചികിത്സ സമ്പ്രദായം ഉണ്ടായിരുന്നു. അന്നത്തെ ഇതുപോലുള്ള മോഡേൺ രീതിയിലുള്ള സ്റ്റെതസ്കോപ്പോ BP അപ്പാറ്റസോ പോലുള്ളത് കൊണ്ടല്ല പാരമ്പര്യ ചികിത്സാ സമ്പ്രദായം, നാഡി ചികിത്സ, നാഡി പരിശോധന, അതുപോലെ മർമ്മ ചികിത്സ, മർമ്മ പരീക്ഷ, അതുപോലെ രോഗിയെ കണ്ട് മനസ്സിലാക്കുക, രോഗലക്ഷണം വെച്ച് കൃത്യമായിട്ടും ചികിത്സ നിശ്ചയിക്കുക. ആ നിശ്ചയത്തിൽ നമ്മൾ മരുന്ന് കൊടുക്കുക. 100% സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മരുന്ന്. 100% സൈഡ് എഫക്റ്റ് ഇല്ല ഇതിന്. ആയുർവേദത്തിന് ഇല്ലാത്ത ആ ചികിത്സാ പദ്ധതി വളരെ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടുവരുന്നതാണ്. ഇപ്പോഴാണ് സ്റ്റെതസ്കോപ്പ്, BP അപ്പാറ്റസ് അതുപോലുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് കുറെ കൂടെ ബെറ്റർ കൂടെ ഉണ്ട്. ഇപ്പോൾ ആയുർവേദത്തിന് ആയുർവേദ മെഡിക്കൽ കോളേജുകൾ, അതെ, ആയുർവേദ മെഡിക്കൽ കോളേജസ് ഇപ്പൊ തന്നെ 10-15 കോളേജായി കേരളത്തിൽ. പണ്ട് ട്രിവാൻഡ്രം ആയുർവേദ കോളേജേ ഉള്ളൂ. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് മാത്രം ആയുർവേദ കോളേജ് അത്രയേ ഉള്ളായിരുന്നു. അന്ന് നമ്മൾ ആയുർവേദത്തെ നമുക്ക് പഠിക്കാൻ വിദ്യാർത്ഥികൾ വളരെ കുറവുമായിരുന്നു. അത് ട്രിവാൻഡ്രം വന്നു, പിന്നെ തൃപ്പൂണിത്തുറയായി, കണ്ണൂരായി,
ഇപ്പോൾ ആയുർവേദം കോട്ടയ്ക്കൽ അങ്ങനെ പിന്നെ ഇപ്പോൾ വന്നു എല്ലാം സ്വാശ്രയം എന്ന് പറഞ്ഞാൽ അതാണ് 10-15 കോളേജ് ഇപ്പോൾ ആയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് ആയുർവേദം. വേറെ സൈഡ് എഫക്ട്സ് ഇല്ലാത്തതുകൊണ്ട് വളരെയധികം പേര് ഇപ്പോൾ ആയുർവേദത്തിലോട്ട് തിരിഞ്ഞു വരികയാണ്. അങ്ങനെയാണ് സാറിൻ്റെ പിതാവ് സംസ്കൃത അധ്യാപകനായിരുന്നു, പിന്നെ ബ്രദർ ആയുർവേദവുമായി. എൽഡസ്റ്റ് ബ്രദർ സംസ്കൃത കോളേജ് പ്രിൻസിപ്പലായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ആയുർവേദം തന്നെ സാർ ചൂസ് ചെയ്തു. അപ്പോൾ ആ ബാച്ചിന് എനിക്ക് തോന്നുന്നു ആ കാലഘട്ടത്തിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സ് ഉള്ള ബാച്ചായിരുന്നു സാർ. ആ കാലഘട്ടത്തിൽ വളരെ കുറച്ച് ആൾക്കാർ ആയുർവേദം. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ മഹാത്മ്യം ഇന്ന് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് കോളേജുകൾ ഉണ്ടായിട്ടുണ്ട്, നമുക്കതൊരു പക്ഷേ ആയുർവേദത്തിൻ്റെ യഥാർത്ഥ പ്രചാരണം, ആയുർവേദത്തെക്കുറിച്ചുള്ള യഥാർത്ഥമായിട്ട് പ്രചരിപ്പിക്കുന്നത് ഒരിക്കലും അത് ഒരു നല്ല രീതിയിൽ എത്തുന്നില്ല എന്നുള്ള ഒരു അഭിപ്രായം സാറിനുണ്ടോ? അല്ല, എത്തുന്നില്ല എന്ന് പറയാനൊക്കത്തില്ല, എത്തുന്നുണ്ട്. പക്ഷേ ചില ഡിഫക്ട്സ് ഉണ്ട്. ഇപ്പോൾ ടൂറിസം വന്നപ്പോഴത്തേക്ക് ടൂറിസം പോലുള്ള ഒരു ഇത് വന്ന് വേൾഡ് വൈഡ് ആയിട്ട് ഇപ്പോൾ കേരളത്തെ അറിയപ്പെടുന്നു, ഭാരതത്തെ ഇന്ത്യയെ അറിയപ്പെടുന്നു. കൂടുതലും ആ രീതിയിലാണ് നമ്മൾ ഇങ്ങോട്ട് ഫോറിനേഴ്സ് ഒരു ആയുർവേദ ചികിത്സ എന്നുള്ള. പക്ഷെ ആയുർവേദത്തിന്റെ യഥാർത്ഥ ചികിത്സാ സമ്പ്രദായത്തെ ടൂറിസത്തിലേക്ക് മാറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഇല്ല. അപ്പോൾ അവിടെ ചില മാൽ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ശരിക്കുമുള്ള ആയുർവേദ ചികിത്സ ടൂറിസത്തിൽ നടക്കുന്നില്ല. ടൂറിസത്തിൽ എന്ന് പറഞ്ഞാൽ ടൂറിസം അല്ല, റിസോർട്ടുകളിലും വല്ല ഹോട്ടൽസിലും ഒക്കെ പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞ് നടത്തുന്ന, അല്ലെങ്കിൽ മസാജ് എന്ന് പറഞ്ഞ് നടത്തുന്ന ക്വാളിഫൈഡ് ഗാർഡ്സ് ഇല്ല. ഒന്നുകിൽ ഡോക്ടറുടെ സൂപ്പർവിഷൻ വേണം, അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിരിക്കണം ആരെങ്കിലും. അങ്ങനെ ഇല്ലാതെ ചെയ്തു വരുന്നത് കൊണ്ട് ഒരു മസാജ് സെൻറ്റർ മസാജ്, അപ്പോൾ അത് ആയുർവേദത്തെ ബാധിക്കുന്നു, ശരിക്കുമുള്ള പ്രാക്ടീഷണറെ ബാധിക്കുന്നു. അത് ഇതാണ് ഫോറിനേഴ്സ് പോയി പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ള ഒരു ധാരണ. അവർ ഇപ്പോൾ വെളിയിൽ നിന്ന് വരുന്ന ഫോറിനേഴ്സ് എന്ന് പറയുന്നവർക്ക് ഒരു സാമാന്യമായിട്ട് അവർ ആയുർവേദം പഠിച്ചിട്ടാണ് വരുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് വരുന്നത്. അവർ എല്ലാം കൂടെ സ്റ്റഡി ചെയ്തിട്ടാണ്. പക്ഷെ ഇവിടെ വരുമ്പോൾ ആയുർവേദത്തെ ഒരു സുഖ ചികിത്സാ സമ്പ്രദായമായിട്ട് മാറ്റുന്ന റിസോർട്ടുകളിൽ ഇന്നൊരു ടൂറിസം. അതെ. പക്ഷേ ചില ഇടത്തൊക്കെ ആയുർവേദ ചികിത്സ ഡോക്ടറെ വെച്ച് തന്നെ ചികിത്സിക്കുന്നുണ്ട്, ചില റിസോർട്ടുകളിലൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഭൂരിപക്ഷവും അങ്ങനെയല്ല വരുന്നത്. അതുകൊണ്ട് ആയുർവേദത്തിൻ്റെ ഡിഫക്റ്റ് ഉണ്ടാക്കുന്നു. ഈ ചികിത്സാ പദ്ധതി ഇങ്ങനെയാണ് മറ്റുള്ളവർ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട്